ടെക്ലൈൻ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കാരിക്കേച്ചർ ഫോട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഈ കാരിക്കേച്ചർ ഫോട്ടോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോണത്. അപ്പൊ കൂടി ഫുൾ ആയി കാണാൻ ശ്രമിക്കുക. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കണ്ടിട്ടാണ് ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ചെറിയ ബെല്ലേ കൂടി പ്രസ് ചെയ്താൽ അപ്ലോഡ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ നേരെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് കാരിക്കേച്ചർ ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വേണം. ആപ്ലിക്കേഷൻ്റെ പേര് ടൂൺ ആപ്പ് എന്നാണ് ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാർട്ടൂൺ ആക്കി മാറ്റാൻ പോകുന്നത്. നമ്മൾ ഫേസ് ഫസ്റ്റ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മൾ ഗാലറിക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മുകളിലൊരു ടിക്ക് കാണാം. ടിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മളെ ഫോട്ടോ പ്രോസസ്സ് ആവണ കാണാൻ പറ്റും. ഈ പ്രോസസ്സ് ആവണ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോട്ടോ നേരെ കാർട്ടൂൺ ആക്കി മാറ്റുന്ന ഒരു സംഭവമാണിത്. അതിനുശേഷം നമ്മളെ ഫോട്ടോ റെഡി ആയതിനു ശേഷം മുകളിലൊരു ഇത് കാണാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫോട്ടോ ഇപ്പോൾ ഒരു ആഡ് കാണിക്കും. എന്താ ആഡ് കാണിക്കുന്നത് വെച്ചാൽ നമുക്കിതിൽ കുറേ ഇതൊരു പ്രീമിയം ആപ്പാണ്. ഇത് നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യാനും പറ്റും. അതിനുശേഷം നിങ്ങൾ സേവ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ടൂണിൻ്റെ ഒരു വാട്ടർമാർക്ക് കാണാൻ പറ്റും. ഒക്കെ നമുക്ക് കളയുക. സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിക്ക് ഇത് സേവായി. അതിൻ്റെ ശേഷം നമുക്ക് നേരെ വേണ്ടത് നമുക്കൊരു പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ വേണം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തൊരു ഫ്രീ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആക്കുക. വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ, വേണമെങ്കിൽ സൈൻ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്ന ശേഷം ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാകും. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യുക ഫോട്ടോ എന്നിട്ട് സംഭവം ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗാലറിയിലത്തെ ഫോട്ടോസ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാരിക്കേറ്റർ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക. ഹെഡില്ലാത്ത കാരിക്കേറ്റർ ഫോട്ടോസ് ക്രോമിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം അങ്ങനെ സെർച്ച് ചെയ്തെടുത്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിന് ശേഷം ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് ഫോട്ടോ നമ്മൾ ഹെഡ് ഫോട്ടോ എടുത്ത് ഇതിലിടുക. അതിനുശേഷം നമുക്കിത് നമ്മൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ഹെഡിൻ്റെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമുക്കിങ്ങനെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ പേഴ്സൺ പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. നമ്മൾ ക്ലിക്ക് ചെയ്യുക. പേഴ്സൺ നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ട് നമ്മൾ മാത്രമായിട്ട് കാണാൻ പറ്റും ഇതിൽ. എന്നിട്ട് ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇറേസർ എന്ന ഓപ്ഷൻ പോവുക. ഇറേസ് ഓപ്ഷൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ മറന്നു ഞാൻ. അതിൻ്റെ ശേഷം നമുക്കിത് ഒപ്പാസിറ്റി ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടായിരുന്നു. നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ മറന്നു ഞാൻ. അപ്പം ബാക്ക് അടിച്ച് പോവുക നമുക്കൊന്നും കൂടി. അതിൻ്റെ ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഹെഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി കുറച്ചിട്ട് നമുക്ക് ആക്യുറസ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാത്. ഫസ്റ്റ് നമുക്കിതിങ്ങനെ ചെയ്ത് കൊടുക്കാണ്ടല്ലേ. അതിനനുസരിച്ച് ഹെഡിൻ്റെ ആ കഴുത്തൊക്കെ അനുസരിച്ച് അതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒപ്പാസിറ്റി ക്ലിയർ ആക്കുക. ഒപ്പാസിറ്റി ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഇറേസർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒന്നും കൂടി ഇറേസർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് അതിന് ശേഷം ഇറേസർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. നമ്മുടെ കഴുത്തും അങ്ങനെയൊക്കെ നല്ല കറക്റ്റായിട്ട് ഇറേസ് ചെയ്യുക. നമ്മൾ സൂം ചെയ്തിട്ട് നല്ല ഇറേസ് ചെയ്യുക. നല്ല കറക്റ്റായിട്ട് ഇറേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ ഇറേസായി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഗാലറിക്ക് സേവ് ആക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് അവിടെ ഒരു ടിക്ക് കൊടുക്കണം. ഫസ്റ്റ് നമ്മളൊരു ടിക്കിൻ്റെ ഓപ്ഷൻ കാണാൻ നമ്മൾ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്കൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ ഗാലറിക്ക് സേവ് ചെയ്യാൻ ഓപ്ഷനൊക്കെ അതിൽ കാണാൻ പറ്റും. അതിൽ ഗാലറിക്ക് സേവ് ആവാനായിട്ട് നമുക്ക് അവിടെ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആഡൊക്കെ കാണാൻ പറ്റും. ആഡൊന്നും വിഷയമല്ല. നമുക്ക് അതിൻ്റെ ശേഷം ഗാലറി എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഗാലറി ക്ലിക്ക് ചെയ്ത് ഗാലറിക്ക് സേവ് ആയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.